ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപ്പിക്സ്. നമുക്കറിയാം 2015 ഫസ്റ്റ് ജനറേഷൻ ഹ്യുണ്ടായി ക്രെറ്റ ആദ്യമായിട്ട് ഇവിടെ ഇന്ത്യയിൽ ലോഞ്ച് ആവുന്നത്. ഹ്യുണ്ടായെ സത്യം പറഞ്ഞാൽ അവരുടെ ലോ എൻഡ് വണ്ടികളിൽ നിന്ന്, അതായത് ലോ എൻഡ് എന്ന് പറയുമ്പം ബഡ്ജറ്റ് റേഞ്ചിലുള്ള വണ്ടികളിൽ നിന്ന് കുറച്ചും കൂടെ പ്രീമിയം പ്രൈസ് പോയിന്റിലുള്ള വണ്ടികളിലേക്ക് ആൾക്കാരെ എത്തിച്ച വാഹനം ക്രെറ്റയാണ് എന്ന് യാതൊരു സംശയമില്ലാതെ പറയാം. കാരണം അതിനു മുമ്പ് അവർ ആദ്യം തന്നെ ടിസോണിൻ്റെ ഫസ്റ്റ് ജനറേഷൻ മോഡലൊക്കെ ഇന്ത്യയിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അഗെയിൻ അതിവിടെ വർക്കൗട്ട് ഒട്ടും തന്നെ ആയില്ല എന്ന് പറയാം. അതല്ലാതെ വേറെയും പല പല വണ്ടികൾ അവർ കൊണ്ടുവന്നു. സാന്റാഫെ കൊണ്ടുവന്നു, എലാൻഡ്ര, അങ്ങനെ പറയേണ്ട സൊനാറ്റ കൊണ്ടുവന്നു. ഇതൊക്കെ പ്രീമിയം റേഞ്ചിൽ നിൽക്കുന്ന വണ്ടികളായിട്ട് ഇറക്കിയെങ്കിലും ആരും ഇതൊന്നും വാങ്ങിയില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. പക്ഷേ ക്രെറ്റയുടെ കാര്യത്തിലേക്ക് വന്നപ്പം അത് ഭയങ്കര പ്രീമിയം റേഞ്ചിലുള്ളൊരു വണ്ടി അല്ലായിരുന്നു എങ്കിൽ കൂടി 16, 17, 18 ലാക്സിനടുത്തൊക്കെ ഒരു ക്രെറ്റയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആൾക്കാർക്ക് ആ സമയം മുതൽ ഓക്കെ ആയി എന്നുള്ളതാണ് ഈ വാഹനത്തിൻ്റെ വിജയം. ഇനി നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഈ വാഹനമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ്. അതായത് ബേസിക്കലി ഈ വണ്ടിയുടെ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ടാണ് കൂടുതൽ നിൽക്കുന്നത്. നമുക്കറിയാം ഈ അടുത്ത് സെക്കൻഡ് ജനറേഷൻ ക്രെറ്റയുടെ തന്നെ ഒരു അപ്ഡേറ്റഡ് മോഡൽ അല്ലെങ്കിൽ ഫേസ് ലിഫ്റ്റ് മോഡൽ ലോഞ്ച് ആയി എന്ന് പറയും. ഇഷ്ടംപോലെ വ്യത്യാസങ്ങളൊക്കെ കൂടി തന്നെയാണ് ആ വാഹനം വന്നത്. അതിപ്പം ഡിസൈനിൻ്റെ കാര്യത്തിൽ എക്സ്റ്റീരിയർ എടുക്കുകയാണെങ്കിലും ഇൻറ്റീരിയർ എടുക്കുകയാണെങ്കിലും നല്ല രീതിയിൽ തന്നെ വ്യത്യാസം ഹ്യുണ്ടായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കേസിൽ സെയിൽസിൻ്റെ ഒരു മൊത്തത്തിലുള്ള കട്ടൗട്ട് എടുക്കുകയാണെങ്കിൽ അവർ കുറച്ച് കാലം മുമ്പ് പുറത്തുവിട്ട ഡീറ്റെയിൽസ് അനുസരിച്ച് 25,000 ബുക്കിംഗ്സ് ആദ്യം ഇവർക്ക് ലഭിച്ചിരുന്നു ഈ വാഹനത്തിൻ്റെ. അത് പെട്ടെന്ന് തന്നെ കിട്ടിയതാണ്. അതിൻ്റെ അകത്ത് 55% ഇവർക്ക് ടോട്ടൽ ബുക്കിംഗ്സ് കിട്ടിയിരിക്കുന്ന പെട്രോളിനാണ്. 45% ഈ വാഹനത്തിന് ഡീസലിനും ബുക്കിംഗ്സ് കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കണം, മിക്ക കമ്പനികളും ഡീസൽ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. അത് എമിഷൻ സ്റ്റാൻഡേർഡ്സ് അങ്ങനെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഡീസലെ കുറച്ച് കഴിയുമ്പോൾ ബാൻ ആവുമെന്നുള്ള ടെൻഷൻ, ആൾക്കാർ ഡീസൽ വണ്ടികൾ എടുക്കില്ല എന്ന് പറയുന്ന ടെൻഷൻ. പക്ഷേ എന്നിട്ട് കൂടി ഇത് ഉണ്ടാവുന്ന വണ്ടികൾ, അതായത് ക്രെറ്റ, സെൽറ്റോസ് തുടങ്ങിയ വണ്ടികളിലൊക്കെ ഇപ്പോഴും 45% അടുത്ത് ഇതിൻ്റെ ഡീസലിന് ബുക്കിംഗ്സ് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഡീസൽ വണ്ടികൾ എടുക്കാൻ ആൾക്കാരുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സത്യം. എഗെയിൻ ഇതിൻ്റെ ഓട്ടോമാറ്റിക് എടുക്കുകയാണെങ്കിൽ അതിനും 40% അടുത്ത് അവർ ബുക്കിംഗ് വരുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് അത്രയും ബുക്കിംഗ്സ് അവർക്ക് കിട്ടിയിട്ടുണ്ട് ഓട്ടോമാറ്റിക്കിന് തന്നെ. ഇത് സെയിം സെഗ്മെൻറ്റാണ് നമ്മുടെ സെട്രോയിൻ്റെ C3 എയർക്രോസ് ഒക്കെ വരുന്നത്. ഈ അടുത്താണ് അതിൻ്റെ അകത്ത് സെട്രോയിൻ ഓട്ടോമാറ്റിക് കൊണ്ടുവന്നത്. ഈ സെഗ്മെൻറ്റിൽ ഇത്ര ആൾക്കാർ ഓട്ടോമാറ്റിക് ചൂസ് ചെയ്യുന്നതാണ് എന്നറിഞ്ഞിട്ട് കൂടി അവരെ ലോഞ്ച് ടൈമിൽ ഓട്ടോമാറ്റിക് വെച്ച് ഇറക്കിയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഇനീഷ്യൽ ഇംപ്രഷൻസിൽ ആ വണ്ടിക്ക് കുറച്ചും കൂടെ ചിലപ്പോൾ ബുക്കിംഗ്സ് ഒക്കെ കിട്ടിപ്പോയെന്ന്. പക്ഷേ അവർ മാനുവലിൽ മാത്രം ഇറക്കി. എനിവേ നമ്മൾ ജസ്റ്റ് ഡൈവേർട്ടായി പോകണ്ട. ഞാൻ ആ വണ്ടിയുടെ കേസ് പറഞ്ഞാണ്, അതിൻ്റെ ഓട്ടോമാറ്റിക്കിന് ഇത്രയും ഡിമാൻഡ് ഉണ്ട് എന്നറിയുമ്പോൾ നിങ്ങൾക്ക് അത് റിലേറ്റ് ചെയ്യാമല്ലോ. വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് വെച്ചാൽ ഹ്യുണ്ടായുടെ SUVകളുടെ ടോട്ടൽ സെയിൽസ് എടുക്കുകയാണെങ്കിൽ അവർക്ക് 8 SUVകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതിപ്പം പേരെടുത്ത് പറയാനാണെങ്കിൽ നമുക്ക് എക്സ്റ്റർ ഉണ്ട് ബേസ് റേഞ്ചിൽ, പിന്നെ വെന്യൂ ഉണ്ട്, ക്രെറ്റ ഉണ്ട്, അതിൻ്റെ മുകളിൽ ആൽക്കസാർ, ടിസോൺ തുടങ്ങിയ വണ്ടികളുണ്ട്. ഇലക്ട്രിക്കലാണെങ്കിൽ കോന ഉണ്ട്, അതുപോലെ തന്നെ അവരുടെ ഐനിക് 5 ഉണ്ട്. ഇത്രയും വണ്ടികൾക്കൊക്കെ അവർക്ക് ഉണ്ട് പോർട്ട്ഫോളിയോയിൽ. പക്ഷേ അതിൽ 60% അടുത്ത് സെയിൽസ് കിട്ടുന്ന വാഹനം ക്രെറ്റ ആണ്. അതായത് 7-8 വണ്ടികളുള്ളതിൽ ഒരു വണ്ടിക്ക് 60% എന്ന് പറഞ്ഞാൽ പകുതിയിൽ കൂടുതൽ സെയിൽസ് ആയെന്ന് നിങ്ങൾ ആലോചിക്കണം. എന്ന് വെച്ചാൽ ഒരു വർഷം ടോട്ടൽ ഇവരുടെ SUVകൾക്ക് കിട്ടുന്നത് ഏകദേശം 3 ലക്ഷം വണ്ടികൾ സെയിൽസ് ആണെങ്കിൽ അതിൽ 1,80,000 വണ്ടികൾ ക്രെറ്റ തന്നെയായിരിക്കും അവർ വിൽക്കുന്നത് എന്ന് കൂടി ആലോചിക്കണം. ബാക്കി അവരുടെ 7 വണ്ടികളുള്ളതിൽ അത്രയും വണ്ടികൾക്ക് ടോട്ടൽ സെയിൽസ് ആകെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഈ പറയുന്ന നമ്പറേ ഉള്ളൂ. പിന്നെ ക്രെറ്റ എന്ന് പറയുന്ന അത്യാവശ്യം വിലയുള്ളൊരു വാഹനമാണ്. ഇപ്പം കറക്റ്റ് 20 വരെയൊക്കെ അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ ഓൺ റോഡ് ഒരു 23, 24 വരെയൊക്കെ ഈസി ആയിട്ട് പോകും. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഹ്യുണ്ടായുടെ പ്രോഫിറ്റ് മാർജിൻസും അങ്ങനെ വളരെ കുറവൊന്നും ആയിരിക്കില്ല. നമ്മളിപ്പോൾ മാരുതി സുസുക്കി അവരുടെ ബഡ്ജറ്റ് റേഞ്ചിലുള്ള വണ്ടികൾ ഇത്രയും സെയിൽസ് പിടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതിൻ്റെ പ്രോഫിറ്റിൻ്റെ ഡബിൾ ഇരട്ടി ചിലപ്പോൾ ഹ്യുണ്ടായിക്ക് ക്രെറ്റ വെച്ച് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടാവായിരിക്കും. അതുകൊണ്ട് നമ്മൾ പ്രോഫിറ്റ് മാർജിൻസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ കൂടുതൽ പ്രൈസ് പോയിൻറ്റ് കൂടുതലുള്ള വണ്ടികളിൽ കൂടുതൽ സെയിൽസ് അച്ചീവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെ തന്നെ ആയിരിക്കും തീർച്ചയായും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാകുന്നത്. വളരെ നാച്ചുറൽ ആയിട്ടുള്ള സംഭവമാണല്ലോ. ബൈ ദ വേ, ഇപ്പോൾ ഈ ഫേസ് ലിഫ്റ്റ് ഇറക്കിയതോടുകൂടി കഴിഞ്ഞ വർഷത്തെ 2023 കണക്കനുസരിച്ചാണ് കേട്ടോ 60% വന്നിരിക്കുന്നത്. അത് ഈ വർഷം 2024 65%ലേക്ക് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ഹ്യുണ്ടായുടെ ടാർഗറ്റ്. ആൻഡ് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ക്രെറ്റ 2015 ഇറങ്ങിയ കാലം പോലെ നമ്മളിപ്പോൾ വരെയുള്ള സെയിൽസ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ സെയിൽസ് ടോട്ടൽ 1 മില്യൺ ഇപ്പോൾ അച്ചീവ് ചെയ്യാനുള്ള ഒരു സംഭവത്തിലേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട്. 9 lakhs ഒക്കെ ക്രോസ് ചെയ്തു. അതായത് 10 ലക്ഷം അടുത്ത് തന്നെ അടിക്കും എന്ന് നമുക്ക് പറയാം. മിക്കവാറും ഒരു 2-3 മാസത്തിനുള്ളിലൊക്കെ അടിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഫേസ് ലിഫ്റ്റും കൂടെ ഇറക്കിയതാണല്ലോ. അപ്പോൾ ഒരു മാസം എങ്ങനെയായാലും ഒരു 15,000 വെച്ചൊക്കെ സെയിൽസ് വരുമെന്ന് കൂട്ടിക്കോ. ഇനി ഇപ്പോൾ നമ്മൾ ഇവരുടെ SUVകളുടെ സെയിൽസ് വെച്ചിട്ടുള്ള പെർസെൻറ്റേജ് കമ്പാരിസൺ എടുത്തു. ഇനി ഹ്യുണ്ടായുടെ ടോട്ടൽ വണ്ടികളുടെ സെയിൽസ് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ എത്രയായിരിക്കും ക്രെറ്റയ്ക്ക് പെർസെൻറ്റേജ് ഉണ്ടാവുന്നത് എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് കിട്ടിയ ആൻസർ 25ൻ്റെ അടുത്ത് എവിടെയെങ്കിലും ആണെങ്കിൽ വളരെ ശരിയാണ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 25.5% ആണ് 2023 ക്രെറ്റയ്ക്ക് ഹ്യുണ്ടായുടെ ടോട്ടൽ വണ്ടികളുടെ സെയിൽസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ടോട്ടൽ സെയിൽസ് പെർസെൻറ്റേജ് വന്നിരിക്കുന്നത്. അത് വളരെ നല്ല നമ്പറാണ്. കാരണം ഹ്യുണ്ടായ്ക്ക് ഇഷ്ടംപോലെ ലോ റേഞ്ചിലുള്ള വണ്ടികളും ഉണ്ട്. അതിപ്പം i10 ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതായത് i10 ന്യൂസ്, ഗ്രാൻഡ് i10 ന്യൂസ് ടു ബി കറക്റ്റ്.
ഓക്കെ. പിന്നെ ഓറയുണ്ട്, അതുപോലെ വെന്യൂണ്ട്, പിന്നെ പറയുന്നവരുടെ കുറേ SUV-കളുണ്ട്, വെർണയുണ്ട്, അങ്ങനെ ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. എന്നിട്ടും 25.5% വന്നെങ്കിൽ അത് നല്ലതാണ്. ആൻഡ് ഇത് ഓരോ വർഷവും പ്രോഗ്രസ് കൂടി വരികയാണ്. കാരണം 2022-ൽ കറക്റ്റ് 25% ആയിരുന്നു, ആൻഡ് 2021-ൽ 24% ആയിരുന്നു. അപ്പോൾ ഓരോ വർഷവും പെർസെൻറ്റേജ് ഇൻക്രീസ് ഇങ്ങനെ വരുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം, അവരുടെ ബാക്കി വണ്ടികളൊക്കെ വെച്ച് നോക്കുമ്പോൾ. അതും ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. ഹ്യുണ്ടായി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരുപാട് വണ്ടികൾ ഇറക്കി പിടിച്ച് നിൽക്കുന്ന ഒരു കമ്പനിയാണെന്ന് പറയാം. 10+ വണ്ടികൾ അവർക്ക് വരുന്നുണ്ട്. ഈവൻ സുസുക്കി ആണെങ്കിൽ പോലും, മാരുതി സുസുക്കി അങ്ങനെ തന്നെയാണ്, ഒരുപാട് വണ്ടികൾ വെച്ച് പിടിച്ച് നിൽക്കുന്ന ഒരു കമ്പനിയാണ്. നമ്മൾ പക്ഷേ മഹീന്ദ്ര ടാറ്റയൊക്കെ എടുക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി അവരുടെ വണ്ടികളുടെ നമ്പർ കുറച്ച് കുറവാണ്. പക്ഷെ എന്നാലും സെയിൽസിൻ്റെ കാര്യത്തിൽ അവരൊക്കെ സ്റ്റിൽ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇനി അടുത്തത് ഡീസൽ ക്രെറ്റയുടെ സെയിൽസ് പെർസെൻറ്റേജ് ആണ്. ഓക്കെ, എനിക്കറിയാം, ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഫേസ് ലിഫ്റ്റിൻ്റെ ബുക്കിംഗ്സിൽ വന്നതിലുള്ള സെയിൽസ് പെർസെൻറ്റേജ് പറഞ്ഞായിരുന്നു. പക്ഷേ എന്നാൽ ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് 2023-ലെ കണക്ക് വെച്ചാണ്. അതായത് ആ ഒരു സമയത്ത് എത്രയാണ് ക്രെറ്റയ്ക്ക് വന്ന സെയിൽസ് പെർസെൻറ്റേജ് എന്ന്. ആക്ച്വലി അത് 40% അടുത്ത് ഡീസൽ വണ്ടികൾക്കും 60% അടുത്ത് പെട്രോൾ വണ്ടികൾക്കുമാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഹ്യുണ്ടായി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർ കഴിഞ്ഞ വർഷം 2023-ൽ 1.4 ടർബോ പെട്രോൾ ഇടയ്ക്ക് വെച്ച് ഡിസ്കണ്ടിന്യൂ ചെയ്തായിരുന്നു, BS 6.2 എമിഷൻസ് ഒക്കെ വന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ 2024-ലേക്ക് വരുമ്പോഴേക്കും പെട്രോളിൻ്റെ 60% സെയിൽസ് 65%-ലേക്ക് വരാനും ഡീസലിൻ്റെ സെയിൽസ് 40%-ൽ നിന്ന് 35%-ലേക്ക് താഴേക്ക് പോകാനും ചാൻസ് ഉണ്ട് എന്നവർ പറയുന്നുണ്ട്. അതൊരു പരിധി വരെ ശരിയായിരിക്കും. കാരണം നമുക്കറിയാം, ഡീസൽ വണ്ടികളുടെ സെയിൽസ് കമ്പാരിറ്റീവ്ലി കുറഞ്ഞു തുടങ്ങുകയാണ്. ആൻഡ് ഈവൻ ദോ ഈ സെഗ്മെൻറ്റിലാകെ 2 വണ്ടികളിൽ മാത്രമേ ഡീസലുള്ളൂ എങ്കിൽ പോലും. പിന്നെ ഈ വണ്ടിയിൽ ഹൈബ്രിഡിൻ്റെ പോസിബിലിറ്റിയും ഹ്യുണ്ടായി പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. റീസൺ മറ്റൊന്നുമല്ല, ടാക്സ് ആണ്. നമുക്ക് ഇലക്ട്രിക് വണ്ടികളിൽ വരുന്ന ടാക്സ് ജസ്റ്റ് 5% ഉള്ളൂ. പക്ഷേ എന്നാൽ ഈ പറയുന്ന ഹൈബ്രിഡ് വണ്ടികളിലേക്ക് വരുമ്പോഴേക്കും സാധാരണ വണ്ടികളിൽ വരുന്ന പോലെ തന്നെ 43% അടുത്ത് ടാക്സ് വരുന്നുണ്ട്. അപ്പോൾ ഹ്യുണ്ടായി പറയുന്നത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു രീതിയിലും ഹൈബ്രിഡ് ക്രെറ്റ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നവർക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് തോന്നുന്നില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിലപ്പം ഈ അടുത്ത് തന്നെ ക്രെറ്റ EVയുടെ ടെസ്റ്റിംഗ് ഒക്കെ കണ്ടു കാണുമായിരിക്കും. അതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. ബാക്കിൽ നമുക്ക് മറ്റേ എക്സസ് വൈപ്പ് ഒന്നും വരുന്നില്ല. അങ്ങനെയൊക്കെയാണ് ആൾക്കാർ കണ്ടുപിടിച്ചത്. പിന്നെ അതിൻ്റെ അകത്ത് അലോയ്സ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. പിന്നെ കുറച്ച് വ്യത്യാസം വരുമായിരിക്കും, ബമ്പറിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ക്ലോസ്ഡ് ഗ്രില്ലൊക്കെ ആയിരിക്കുമല്ലോ ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനത്തെ ചെറിയ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വർഷം തന്നെ ക്രെറ്റയുടെ ഇലക്ട്രിക് വേർഷനും എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതാണ് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. ഇതൊക്കെയാണ് നമുക്കിപ്പോൾ പറയാൻ പറ്റുന്ന ക്രെറ്റയുടെ വിശേഷങ്ങൾ. ഇതിപ്പോൾ ഞാൻ എന്തിന് ചെയ്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ സെഗ്മെൻറ്റിൽ ഇത്രയും കാലമായിട്ടും ഏറ്റവും കൂടുതൽ സെയിൽസ് കിട്ടി വരുന്നൊരു വാഹനം എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ തീർച്ചയായും ക്രെറ്റയ്ക്ക് അതിൻ്റെ റെസ്പെക്റ്റ് നമ്മൾ കൊടുത്തേ പറ്റൂ. അതും കാലങ്ങളായിട്ട് ഈ സെഗ്മെൻറ്റിൽ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള സെഗ്മെൻറ്റാണ് അബവ് 4 മീറ്റർ കോമ്പാക്ട് SUVs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ ഇഷ്ടം പോലെ വണ്ടികൾ വരുന്നുണ്ട്. ഓൾമോസ്റ്റ് 8 to 10 വണ്ടികളുടെ അടുത്ത് ഈ സെഗ്മെൻറ്റിൽ ഇപ്പോൾ തന്നെ ഉണ്ട്. എന്നിട്ട് പോലും എല്ലാ മാസവും 13 മുതൽ 15,000 ഇടയിൽ സെയിൽസ് വാങ്ങി കൂട്ടണമെങ്കിൽ തീർച്ചയായും ഈ വണ്ടിക്ക് അതിനുള്ള കഴിവുള്ളതുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ്, ഇത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.